അങ്ങനെ നമ്മൾ അവിടുത്തെ സ്നോഫാളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ലേ ബോർഡർ കയറുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രയിൽ തന്നെ അവസാനത്തെ ഒരു സ്ഥലം, അതായത് യൂണിയൻ ടെറിട്ടറിയാണ് ലേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി. ലേക്ക് കയറി നമുക്ക് അടുത്ത സ്ഥലം, അതായത് ലേ കയറി നമ്മളൊരു ഡെസ്റ്റിനേഷൻ വെക്കുമല്ലോ, ഈ സ്ഥലത്തോട്ട് ഈ സ്ഥലം എന്നുള്ള ഡെസ്റ്റിനേഷൻ വെക്കുന്നത് കാർഗിൽ വാർ മെമ്മോറിയലാണ് ദ്രാസിലുള്ളത്. അപ്പോൾ നമ്മൾ വാർ മെമ്മോറിയൽ ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ പോവാണ്. നമ്മൾ എത്തിയ സമയത്ത് പകലിൻ്റെ ദൈർഘ്യം കൂടുതലാണ്. ഏകദേശം ഒരു 6 മണി ആവണതിന് മുന്നേ നന്നായിട്ട് വെളിച്ചം വരും പകല്. അതുപോലെ നൈറ്റ് ഒരു 7:15 വരെ വെളിച്ചുണ്ടാവും. അപ്പോൾ ഇത്രയും നമുക്ക് ലോങ് ആയിട്ടുള്ള ദിവസം നമുക്ക് കിട്ടുന്നുണ്ട് ലേ പോണ റൂട്ടിൽ. അപ്പോൾ നമ്മളിത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് പോണത്. കാരണം പോണ വഴി നമുക്ക് ചിലപ്പോൾ സ്റ്റേ കിട്ടാതിരിക്കുമ്പോൾ കുറച്ച് ലോങ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോങ് ആയിട്ടുള്ള സമയം നമുക്ക് ഭയങ്കര ഉപകാരമാണ്. അപ്പം അങ്ങനെ നമ്മൾ കാർഗിൽ വാർ മെമ്മോറിയൽ ലക്ഷ്യമാക്കിയിട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നാട്ടിൽ നിന്ന് ഒരു ഒമിനി എടുത്തിട്ട് വന്നൊരു ചേട്ടനനിയനുണ്ട്, ജെയ്സനും ജസ്റ്റിനും ചേട്ടനനിയനാണ്. അപ്പോൾ അവരിതുപോലെ ഒരു ഒമിനി എടുത്തിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു, എടാ നമുക്ക് ഒരു 2 ദിവസം ഒരുമിച്ച് ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യുക, മെമ്മോറിയൽ കഴിഞ്ഞിട്ട് നല്ല ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം കിട്ടി നമുക്ക് നിൽക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഓക്കെ, നമ്മൾ ഒരു സ്ഥലം കണ്ട്, ഒരു ചെറിയൊരു കാട് പോലത്തെ സ്ഥലം നമ്മളവിടെ നിന്ന്. അപ്പോൾ നമ്മളതിൻ്റെ അവിടെ 2-3 ദിവസം സ്റ്റേ അടിച്ച് നമ്മളൊരു 6 പേര്. ഇതിനിടയ്ക്ക് ശ്രീനാഭം പോയിട്ടോ, അതായത് നമ്മൾ 0 പോയിന്റിൽ നിന്ന് ഇറങ്ങിയതും ശ്രീനാഭം പറഞ്ഞു, ഇവിടെ ഇനി ഇറക്കാണ്, ഞാൻ ഇനി പോവാണ്, എന്നാൽ അവന് പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞിട്ട് ശ്രീനാഭം പോയി. അങ്ങനെ നമ്മൾ 5 പേരും പിന്നെ ഈ 2 പേരും, അങ്ങനെ 7 പേര് ഒരു ചെറിയൊരു കാട് പോലത്തെ സ്ഥലത്തിന് അവിടെ ടെൻ്റ് അടിച്ചിട്ട് ഒരു 4 ദിവസം നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ സംഭവം പ്രത്യേകത എന്താ വെച്ചാൽ കരടി വരും അവിടെ നന്നായിട്ട്. അപ്പോൾ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ പറഞ്ഞാൽ അവിടെ കരടി വരും, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രി എല്ലാവരും ഒരു അറ്റ് എ ടൈം കിടന്നുറങ്ങരുത്, 1-2 ആൾ എപ്പോഴും നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തീ കത്തിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞു, എല്ലാം കരടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓക്കെ തീ കത്തിക്കല്ലേ സെറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയ തടിക്കഷ്ണം ഉണ്ടാവും വലുത്. നമ്മൾ ഈ വലുത് കൊണ്ടുവന്നിട്ട് രാത്രി ഒരു 7 മണിയാകുമ്പോൾ തീ കത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു 8-9 മണി ആവണ വരെ ചെറിയ കനൽ കത്തിച്ച് ഒരു 9:30 കഴിഞ്ഞ് വലിയ തടി എടുത്ത് അതിൻ്റെ മുകളിലിടും. ഇതൊരു പുലർച്ചെ ഒരു 3 മണി വരെ നിന്ന് കത്തും, വലിയ തടിയായിരിക്കും. ഞങ്ങൾ 4 പേരൊക്കെ ഒരുമിച്ചായിരിക്കും വലിച്ചുകൊണ്ട് വരെ, പൊക്കാൻ പറ്റില്ല, അത്രയും വലിയ തടിയായിരിക്കും. പക്ഷെ ഉണങ്ങി നല്ല അടിപൊളി കത്തുന്ന തടിയായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കത്തിച്ചൊരു 4 ദിവസം കൊണ്ട് നമ്മൾ നിറയെ ചാരം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചാരം. അപ്പം അങ്ങനെ നമ്മുടെ കരടീനെയൊക്കെ പേടിച്ച് ടെൻ്റൊക്കെ അടിച്ച് സ്റ്റേ ഒക്കെ ചെയ്ത് ജസ്റ്റിനും ജെയ്സനും അവിടെ നിന്ന് പോയി. അവർ 2 പേരും പോയി, ഒമിനിയിലാണല്ലോ, അപ്പോൾ അവർ നേരത്തെ പോയി. അങ്ങനെ ബാക്കി നമ്മൾ 5 ആളും കൂടെ പോവാണ്. അങ്ങനെ നമ്മൾ കാർഗിൽ എത്താറായി, അതായത് ദ്രാസ് നമ്മൾ ക്രോസ് ചെയ്ത് കാർഗിൽ എത്താറായി. അപ്പോൾ എത്താറാണ് ഇടയിൽ തസ്ഗാം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ തസ്ഗാം എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരം ഒരു 3:30 എത്തുമ്പോൾ ഒരു കുറച്ച് പ്രായമുള്ള ഒരാൾ വന്നിട്ട് എല്ലാവരും ചോദിക്കണമല്ലോ വിശേഷങ്ങളൊക്കെ ചോദിച്ചേ, എവിടെ നിന്നാണ് വരുന്നത്, എവിടേക്കാണ് പോകുന്നതൊക്കെ ചോദിക്കും. നമ്മളിങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആൾ പറഞ്ഞു, ഇന്നിവിടെ എവിടെയെങ്കിലും സ്റ്റേ അടിക്കാൻ ഒരു പ്ലാൻ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മൾ 5 പേര് ഇങ്ങനെ മൊത്തം നോക്കാൻ തുടങ്ങി. കാരണം 3:30 ആയിട്ടുള്ളൂ, നമുക്ക് ഏകദേശം ഒരു 7:30 വരെ നമുക്ക് വെളിച്ചം കിട്ടും, ഇനി ഒരു 4 മണിക്കൂർ നമുക്ക് സുഖമായിട്ട് നടക്കാം, കുറച്ച് കിലോമീറ്റർ കവർ ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് എല്ലാവരുടെയും ഇതിൽ ഓടുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞ് ഞങ്ങളിവിടെ സ്റ്റേ അടിക്കാൻ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എടുത്ത വഴിക്ക് എന്നാൽ പിന്നെ എൻ്റെ വീട്ടിലേക്ക് വന്ന് പറഞ്ഞ് ഞങ്ങൾ ഞെട്ടിപ്പോയി. അതായത് നമ്മുടെ നാട്ടിൽ ഒരു ഞങ്ങൾ 5 പേരുണ്ട്, അത് നമ്മൾ നോക്കണേ, 5 പേരുണ്ട്. നമ്മൾ 5 പേരുള്ള ഒരു സംഘം വന്നിട്ട് റോഡിൽ കൂടെ പോകുമ്പോൾ ഒരാൾ വന്നിട്ട് വിളിക്കുകയാണ്, ഇന്ന് എൻ്റെ വീട്ടിൽ സ്റ്റേ അടിക്കുന്ന പറഞ്ഞിട്ട് വരുന്ന. നമ്മുടെ നാട്ടിൽ അങ്ങനെ വിളിക്കുന്നത് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കേട്ടോ, അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും, പക്ഷേ അപൂർവമാണ്. പക്ഷേ ഇദ്ദേഹം നമ്മൾ വന്ന് വിളിക്കുകയാണ്, ഇന്ന് എൻ്റെ വീട്ടിൽ സ്റ്റേ അടിക്കുന്നു പറഞ്ഞിട്ട്. ഞങ്ങൾ ഞെട്ടിപ്പോയി. അതായത് ആരെന്ന് അറിയില്ല, നമുക്കും അറിയില്ല, അവർക്ക് നമ്മളെ അറിയില്ല. ഞെട്ടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് കേരളത്തിലൊരു സുഹൃത്തുണ്ട്, ഇടുക്കിയിലുള്ള ഒരാളാണ്, ആൾ വിളിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആളിനെ കോൾ ചെയ്തിട്ട് നമ്മളെ തന്നു. അപ്പോൾ ഇടുക്കിയിലുള്ള ചേട്ടൻ പറഞ്ഞ്, എടാ ആൾ അടിപൊളിയാ, തസ്ഗാമിലുള്ള ആളല്ലേ, അടിപൊളിയാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇഷാൻ ഖാൻ എന്നാണ് ആളുടെ പേര്, നമ്മൾ ഇഷാൻ ഖാൻ ചാച്ച എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇഷാൻ ഖാൻ ചാച്ചയുടെ വീട്ടിൽ പോയി. നമുക്ക് ഈ ലേ ഭാഗത്തുള്ള വീടുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയുള്ള ഒരു കാഴ്ച എന്താ വെച്ചാൽ, അതിൻ്റെ വീടിൻ്റെ പുറം ഭാഗം കാണാനായിട്ട് ഒട്ടും ഫിനിഷിങ് ഇല്ലാത്ത പോലെയൊക്കെ നമുക്ക് തോന്നുക. അതായത് ഈ മണ്ണ് വെച്ച് മെഴുകിയ പോലെ, അതായത് 2 സിമെന്റ് ഇഷ്ടികയുടെ ഇടയിലോ അല്ലെങ്കിൽ മണ്ണ് ഇഷ്ടികയുടെ ഇടയിൽ മണ്ണ് വെച്ചിട്ട് വീട് കെട്ടി പോലെ 2 നിലയുള്ള വീടുകൾ ഉണ്ടാവും. അതിൻ്റെ മരങ്ങളൊക്കെ ഇവിടെയൊക്കെ അവർ മച്ചിന് മരങ്ങളാണ് ഉപയോഗിക്കുക, വാർക്കണ പോലെ മരം വെച്ചിട്ട് അതിന് മേളിൽ മണ്ണിടുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം നമുക്കൊരു വീടിൻ്റെ വെളിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള ലുക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ വൻ റിച്ച് സെറ്റപ്പ്, അതായത് പക്ക വലിയ നല്ല നൈസായിട്ടുള്ള കാർപ്പറ്റ്,
ഭക്ഷണം കഴിക്കുന്ന പാത്രമായാലും ഇവരുടെ പാത്രത്തിന് ഒരു വലിയ കളക്ഷൻ തന്നെ എല്ലാ വീട്ടിലുണ്ടാകും. നമ്മളത് ഇങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കും. എല്ലാ വീട്ടിലും ചെമ്പിൻ്റെ പാത്രം, ചില വീട്ടിൽ വെള്ളിയുടെ പാത്രം, നമ്മുടെ ഇഷാൻ ചാച്ച വെള്ളിയുടെ പാത്രത്തിലേക്കാണ് ഭക്ഷണം തന്നത്. നമ്മളിങ്ങനെ ചിന്തിക്കും, അതായത് ഇത്രയും ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന പോലുള്ള വീടുകളാണ്, പക്ഷെ അകത്ത് വൻ സെറ്റപ്പ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കാർഗിൽ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ അങ്ങനെ കാർഗിൽ ലക്ഷ്യമാക്കിയിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കുറേ സ്ഥലങ്ങൾ കാണും. അത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് പൊത്തി വേറെ സ്ഥലത്തെത്തി, അവിടെ നിന്ന് എത്തി വേറെ സ്ഥലത്തെത്തി, ഇതാണ് പോണത്. അങ്ങനെ നമ്മൾ കാർഗിലെത്തി. അങ്ങനെ കാർഗിലെത്തിയപ്പോൾ കുറച്ച് തിരക്കായിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് കിട്ടി. കുറച്ച് റഷായിട്ടുള്ള ഒരു സ്ഥലം, കുറേ കടകളുള്ളൊരു സ്ഥലം, അതുപോലെ കുറേ ഫ്രൂട്ട്സുകൾ, ആപ്രിക്കോട്ട്, പിന്നെ വാൾനട്ട്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങൾ, അപ്പം ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുള്ള കട കിട്ടി. അപ്പം നമ്മൾ ആദ്യമായിട്ട് പക്കയുടെ തപ്പി നടന്നൊരു ചായക്കടയാണ്. അതായത് ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ എവിടെ നിന്നാണ് ചായ എടുക്കണമെന്ന് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കും. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ചായക്കട നാട്ടിൽ. അതെല്ലാ നാട്ടിലും അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതേപോലെ കാർഗിലിൽ ചായക്കട തപ്പി നടക്കാൻ തുടങ്ങി. നമ്മൾ കാർഗിലിൽ എല്ലാ കടയുടെ സൈഡിൽ കൂടിയും പോയി ലാസ്റ്റ് ഒരു പക്കയായിട്ടുള്ള ഒരു ചായക്കട കയറി. ഭയങ്കര നമ്മുടെ നാട്ടിൽ ചായക്കട ഒരു ഫീലായി ആ ചായക്കട. അപ്പം അങ്ങനെ നമ്മൾ കാർഗിൽ എന്നുള്ള സ്ഥലത്തിൽ വെറൈറ്റി ഉള്ള ഫുഡ് കിട്ടും. അതായത് മീറ്റ് ബോൾ പോലത്തെ ഒരു സാധനം, പിന്നെ എന്താ പറയുക, പിന്നെ കോമൺ ആയിട്ടുള്ള മോമോസ്, നൂഡിൽസ്, അപ്പം ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പം നമ്മളിങ്ങനെ എല്ലാ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്ത നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കാർഗിലിനെ കണ്ട്. അപ്പം ഞങ്ങൾ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ന്യൂസ് റിപ്പോർട്ടർ വന്നിട്ട് പറയുന്നത്, നിങ്ങളുടെ യാത്ര ഞാൻ ന്യൂസ് ആക്കാനുള്ളൊരു ഇതുണ്ട്, നിങ്ങളിന്ന് ഇവിടെ സ്റ്റേ ചെയ്താൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പഞ്ചാബിലേക്ക് കയറിയ സമയത്ത് നമുക്ക് കുറേ ന്യൂസ് നമ്മളെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർഗിൽ അതുപോലെ ചെയ്തപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ ആക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് ആളുടെ ചിലവിൽ നമുക്ക് അവിടെ ഒരു 2 ദിവസം സ്റ്റേ ഒക്കെ തന്ന് നമ്മുടെ ന്യൂസൊക്കെ എടുത്ത് നിങ്ങൾ എത്ര ദിവസം തുടങ്ങിയിട്ട് എവിടെ നിന്നാണ് തുടങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇതായി. പക്ഷേ ആള് ചോദിക്കുമ്പോൾ ഉത്തരം പറയണം. നമ്മൾ 5 ആളുണ്ടെങ്കിൽ 3 ടീമായിട്ട് ഇറങ്ങിയത്, 3 പേരും ചക്ക കൊഴണ പോലെയാണ് ഉത്തരമൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര രസമായിട്ട് കോമഡിയൊക്കെ ചിരിച്ചൊക്കെ പോകും. അങ്ങനെ നമ്മൾ കാർഗിലിൽ നിന്ന് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ലേ ആണ്. അപ്പോൾ നമ്മൾ ലേക്ക് കാർഗിലിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അതിൻ്റെ ഇടയിൽ 2 ചുരങ്ങളുണ്ട്, നംകില, ഫട്ടൂല എന്ന് പറഞ്ഞിട്ട് 2 ചുരങ്ങളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ക്രോസ് ചെയ്യണം. അതുപോലെ തന്നെ അവർ പറഞ്ഞു ഇത് നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള സ്ഥലമാണ്. അത് സോജില എന്താണ് ഡേഞ്ചറസ് കൂടുതലാണെങ്കിലും ഡിസ്റ്റൻസ് കുറവാണ്, ദൂരം കുറവാണ്, പെട്ടെന്ന് എത്തും, കുറച്ച് ടഫാണെന്നേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾ കാലത്ത് കയറാൻ തുടങ്ങിയതാണ് വൈകുന്നേരം നമ്മളിങ്ങനെ മുകളിൽ എത്തുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഇത് വലിച്ചു കയറ്റി, ഉന്തുവണ്ടി നല്ല വെയിറ്റ് ഉണ്ട്. നമ്മൾ ഈ ചുരമൊക്കെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 10-30 സ്റ്റെപ്പ് വെക്കും, അവിടെ ഇരിക്കും, ബാഗൊക്കെ താഴെ വയ്ക്കും, എല്ലാവരും ചുമക്കും. അതായത് വെയിറ്റ് എടുത്ത് പോകുന്ന ആൾ നന്നായിട്ട് ചുമക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ പോണ സമയത്ത് കുറേ വണ്ടിയിൽ കുറേ ഫാമിലിയൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ ഇവർ ഹായ് കാണിക്കും. കുറേ നമുക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ. അതായത് നമുക്ക് കൂടുതൽ വെള്ളം ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല വെയിറ്റ് ആയിട്ട്. അപ്പോൾ ഈ വണ്ടിക്കാരത്ത് കൈ കാണിച്ച് നമ്മൾ വെള്ളമൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു വെള്ളം തരും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു രസത്തിലാണ് ഇങ്ങനെ പോണത്. അപ്പോൾ നമ്മളങ്ങനെ ഈ ചുരമൊക്കെ കയറി ഇറങ്ങി താഴെ എത്താറായി. അപ്പോൾ താഴെ ചുരം കയറി ഇറങ്ങി താഴെ എത്താറായപ്പോൾ നമ്മൾ ഒരു മൊണാസ്ട്രി ഉണ്ട്, ബുദ്ധ മൊണാസ്ട്രി. അപ്പോൾ നമ്മളവിടെ സ്റ്റേ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നാൽ സ്റ്റേ അടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ സ്റ്റേ അടിച്ച്. അപ്പോൾ സ്റ്റേ അടിച്ച് ഒരു അരമണിക്കൂറായി നമ്മൾ ചായ കുടിക്കാന്നുള്ള രീതിയിൽ ചായക്ക് വെക്കാനുള്ള ഒരു സെറ്റപ്പ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഫുഡിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ കുറച്ച് കാഷ്നട്ട് കാര്യങ്ങൾ അങ്ങനത്തെ കുറേ ഫുഡൊക്കെ ഉണ്ട്. ഇത് നമ്മളെ ചുരത്തിൻ്റെ മേളിൽ മറന്നു വെച്ച്. അങ്ങനെ ഇറങ്ങിയ ചുരം ഞാനും മുജിതബയും കൂടെ ഓടിക്കയറുക. വെയിറ്റ് ഒന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ 2 പേരും കൂടി ഈ ചുരത്തിൻ്റെ മൊത്തം കയറേണ്ട, പകുതി കയറിയുമ്പോൾ ഞങ്ങൾ പകുതി റെസ്റ്റ് എടുക്കാൻ ഇരുന്ന സ്ഥലത്ത് എവിടെയാണ് ഈ പാക്കറ്റ് വെച്ച് മിസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കാൻ ഇരുന്ന സ്ഥലത്തുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ നോക്കിയിട്ട് സ്ഥലത്തിന് അടയാളമൊക്കെ നോക്കിയിട്ട് നമ്മൾ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഇത് എടുക്കാൻ വേണ്ടി. ഒരു ചെറിയൊരു പാക്കറ്റാണ്, പക്ഷേ നമ്മുടെ ഫുഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നമുക്ക് അത്രയും പക്ക വാല്യൂ ആണ് ആ ഫുഡിന്. അങ്ങനെ നമ്മളത് കയറി ഫുഡ് എടുത്ത് കിട്ടി, ഭാഗ്യത്തിന് അത് കിട്ടി. നമ്മൾ താഴെ തിരിച്ചു വന്ന് അങ്ങനെ നമ്മൾ ആ ദിവസം ആ രാത്രി മൊണാസ്ട്രി ഉണ്ട്, ആ മൊണാസ്ട്രിയിൽ സ്റ്റേ അടിക്കുകയാണ്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ലേ ആണ്. ലേയിലെ ലഡാക്കാണ്. അപ്പോൾ നമ്മൾ ലഡാക്ക് എത്തുന്നതിന് മുന്നേ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ഹൗസ് എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേ ഉണ്ട്, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ നമുക്ക് സ്റ്റേ ഒക്കെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ലഡാക്ക് എത്താൻ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗുരുദ്വാര ഉണ്ട്, മിലിറ്ററിക്കാരുടെ ഗുരുദ്വാരാണ്.
പത്തർ സാഹിബ് ഗുരുദ്വാര എന്നാണ് ഗുരുദ്വാരയുടെ പേര്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടുന്ന് സ്റ്റേ കിട്ടുന്ന ശ്രീനാഭൻ പറഞ്ഞ്, അവൻ സൈക്കിളായതുവരെ ഞങ്ങളെക്കാളും നന്നായിട്ട് മുന്നിലാണ് പോണത്. അവൻ ഓരോ ദിവസം കാര്യങ്ങൾ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യും. ഈ സ്ഥലത്ത് ഇവിടെ ഒരു സ്റ്റേ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, ഇവിടെ സ്റ്റേ അടിക്കുക, ഇവിടെ അടിപൊളി. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തരുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് ഒരു 16 കിലോമീറ്റർ ചുറ്റി പോകണ്ടേ എന്ന് വെച്ചിട്ട് ഒരു 6 കിലോമീറ്റർ കുറഞ്ഞ് കിട്ടാൻ വേണ്ടി ഞങ്ങളൊരു ഷോർട്ട് കട്ട് എടുത്ത്. ഈ ഒരു ഷോർട്ട് കട്ട് എടുക്കലാണ് ഞങ്ങൾ ആ യാത്രയിൽ ആ ഒരു ചെറിയൊരു സമയത്ത് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. ഒരു മല നമ്മൾ ചുറ്റി വരുന്നതിനേക്കാളും ഡയറക്റ്റായിട്ട് കയറലാണ് ഞങ്ങൾ ചെയ്തത്. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം ആവാറായി അതിൻ്റെ മുകളിലെത്തുമ്പോൾ ഈ ഒരു കുറച്ച് കിലോമീറ്റർ കവർ ചെയ്യാൻ നമ്മൾ കുറച്ച് ദൂരം കയറും, ഇരുത്തൊക്കെ റോഡിൽ കിടക്കാൻ തുടങ്ങി. ഒരു കുറച്ച് ദൂരം പോവും, തോർത്തൊക്കെ വിരിച്ച് കിടക്കും. നമ്മൾ നോക്കുമ്പോൾ 4 പേരെങ്കിലും നിരന്ന് കിടക്കുന്നുണ്ടാവും, ഒരുത്തൻ വീഡിയോ എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുത്തൻ ഫോട്ടോ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും ഗുരുദ്വാര എത്തണം, കാരണം എൻ്റെ ഇടയിൽ വേറെ ഒരു സ്ഥലമില്ല. അങ്ങനെ നമ്മൾ ഒരു ദിവസം കഷ്ടപ്പെട്ട് ഗുരുദ്വാര എത്തി. അപ്പോൾ ഗുരുദ്വാര എത്തിയപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഡിസിഷൻസ് എടുക്കടാ, നമ്മളിനി ഒരിക്കലും ഷോർട്ട് കട്ട് പിടിക്കില്ല, നമ്മളിനി ലോങ് ആയിട്ടുള്ള റോഡ് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ, ഓരോ ഷോർട്ട് കട്ട് നമ്മളെ കൊണ്ട് കെണിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തന്നെ തമാശ ഇങ്ങനെ ഡിസിഷൻസ് ഒക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ ലഡാക്ക് എത്തി. അങ്ങനെ നമ്മൾ ആ കേരള ഹൗസ് എത്തി, അവിടെ സ്റ്റേ അടിച്ച് ഇരിക്കുക. അപ്പോൾ മലയാളീസിൻ്റെ ഒരു ഹബ്ബ് ആണ് ആ ഒരു സ്ഥലം, കേരള ഹൗസ് എന്ന് പറയുന്നത്. ഇവിടുന്ന് ബൈക്ക് ഓടിച്ച് വരുന്നവരും അങ്ങനെയൊക്കെ എല്ലാവരും താമസിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ ഇരുന്ന് എല്ലാവരും അങ്ങനെ അവരോരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, അങ്ങനെ പോയിട്ട് എല്ലാവരും റൗണ്ട് കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം അവിടെ നിന്ന് നമ്മുടെ കേരള ഫുഡൊക്കെ കിട്ടി. അതായത് ചോറ്, സാമ്പാർ, പപ്പടം, ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര മനസ്സൊക്കെ നിറഞ്ഞിരിക്കുക ഈ ഫുഡ് കിട്ടിയപ്പോൾ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഒരു ദിവസം റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസം കറുത്തുങ്കല കയറണം. ഇതാണ് നമ്മുടെ പ്ലാനിങ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷനിൽ നിന്ന് കറുത്തുങ്കല പോയിന്റ് വരെ ഒരു 38 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ സിമ്പിളായിട്ട് 38 കിലോമീറ്റർ ഉള്ളൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ചേച്ചിയാണ് സ്റ്റേ നടത്തുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, എടാ നടക്കൂല, നിങ്ങൾ വിചാരിക്കണ പോലെ നടക്കൂല, ടഫാണ്, നല്ല ടഫാണ്, നല്ല ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടാവും, ഡയമോസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ബ്രീത്തിങ് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി ഒരു ടാബ്ലറ്റ് ആണ്, അതൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ അതൊക്കെ ഉണ്ട്, അപ്പോൾ കഴിക്കണോ വെച്ചാൽ ഇല്ല കഴിക്കണം, നിങ്ങൾ നടന്നല്ല വന്ന്, അതരം കുഴപ്പമില്ല, പതുക്കെ ഒന്ന് നിങ്ങൾക്ക് ബോഡി അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവുന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു കാലത്ത് 4 മണിക്ക് എണിച്ച് 4:30 ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കറുത്തുങ്കല കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ലഡാക്കിൻ്റെ ഒരു സ്ഥലം, ഒരു മെയിൻ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി മുകളിലെത്തി ഒരു ഏകദേശം 15,000 അടി ഫീറ്റ് അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ഇത് അറിയാൻ തുടങ്ങി ബ്രീത്തിങ്ങിൻ്റെ. അപ്പോൾ നമ്മൾ ഒരു കുറച്ച് ദൂരം പോകുമ്പോൾ നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി അറിഞ്ഞ കാരണം നമ്മുടെ ലഗേജ് ഒരു 90% നമ്മൾ ആ ഗസ്റ്റ് ഹൗസിൽ തന്നെ വെച്ച്, ബാക്കി കുറച്ച് വെള്ളം അങ്ങനത്തെ പിന്നെ തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ട് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങൾ ഇത് മാത്രമേ നമ്മൾ ബാഗിൽ വെച്ചിട്ടുള്ളൂ. അതുപോലെ ഉന്തുവണ്ടിയിലും വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഉന്തുവണ്ടി എന്തായാലും കറുത്തുങ്കല മേളിൽ കൊണ്ടുപോകണം. നമ്മൾ ഇത്ര ദൂരം കൊണ്ടുവന്നിട്ട് അത് കൊണ്ടുപോകാണ്ടിരിക്കുന്നത് മോശമാണ്, അത് ഇല്ലാണ്ട് പറ്റില്ല, നമുക്ക് അത് വെച്ചൊരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ നമ്മൾ ഉന്തുവണ്ടിയിൽ ഒറ്റ സാധനം ഇല്ലാതെ ഉന്തുവണ്ടി മാത്രം കൊണ്ടാണ് നമ്മൾ കറുത്തുങ്കല കയറാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉന്തുവണ്ടി നമ്മൾ ഇത് കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ റൈഡേഴ്സ് വരുന്നുണ്ട്. ഇവരെല്ലാവരും ഹായ് കാണിക്കുന്നുണ്ട്, കൈ കാണിക്കുന്നുണ്ട്, ഹോൺ അടിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറയണം, ആടെ അടിപൊളിയാണ്, റോഡിന് നല്ലതാണ്, ഇങ്ങനെ കയറ്റാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് പതുക്കെ കേരളം നടക്കുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആവാറായി. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ നമ്മൾ കാലത്ത് 4:30 ഇറങ്ങുമ്പോൾ കുറച്ച് ബ്രെഡൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇറങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സൗത്ത് പുള്ളു എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മൾ ലഡാക്കിൽ നിന്ന് കറുത്തുങ്കല പോകുമ്പോൾ ഇടയിലുള്ള ഒരു ചെക്ക് പോയിന്റ് അതാ. അപ്പോൾ അവിടെ നമ്മുടെ ഇതൊക്കെ കൊടുത്ത് വണ്ടിയിലേക്ക് പോകണ വെച്ചാൽ നമ്പറൊക്കെ എഴുതി കൊടുത്ത് അങ്ങനെ കൊടുക്കണം, ആ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ ഏകദേശം 4 മണിയായി. അപ്പോൾ അവിടെയുള്ള ഓഫീസേഴ്സ് പറഞ്ഞ് പറ്റൂല, നിങ്ങൾ ഒരു കാരണം വെച്ചാലും കറുത്തുങ്കല കയറാൻ സമ്മതിക്കില്ല, നിങ്ങൾ ഓൾറെഡി കാലത്ത് തുടങ്ങിയിട്ട് ഇവർ നമ്മുടെ അടുത്ത് ആൾറെഡി ചോദിച്ച് നിങ്ങൾ എപ്പോൾ കയറാൻ തുടങ്ങി, എവിടെ നിന്ന് കയറാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്ന് കയറാൻ തുടങ്ങിയത് 4:30 തുടങ്ങി എന്നൊക്കെ പറഞ്ഞ ലൊക്കേഷനൊക്കെ പറഞ്ഞിടത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ പറഞ്ഞ് ഇത്ര ദൂരം നിങ്ങൾ വന്നതിൻ്റെ അതുപോലെ ഒന്നുകൂടി ഉണ്ട്, നിങ്ങളിപ്പോൾ ഹാഫ് ആയിട്ടുള്ളൂ, ഇനി കുറച്ച് ഹാഫും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സമയം ഏകദേശം 4 മണി ആവാറായി. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങളിവിടെ കിടത്തില്ല, നിങ്ങൾ താഴെ തന്നെ ഇറങ്ങണം. കാരണം ഇതിൻ്റെ ഒരു ഒന്നരാഴ്ച മുന്നേ 2 പേര് 3 പേര് സൈക്കിളിൽ വന്നിട്ട് അവരുടെ സ്റ്റേ കൊടുത്തിട്ട് ലാസ്റ്റ് നൈറ്റ് അവർക്ക് ബ്രീത്തിങ് ഇഷ്യൂ വന്നിട്ട് അവർ തിരിച്ച് ആംബുലൻസും കൊണ്ടുവന്ന് താഴത്ത് പോയി. അങ്ങനെ ഒരു ഭയങ്കര ഇഷ്യൂ ഉണ്ടായിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. ഇവർ ഞങ്ങളടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കിടത്താൻ സമ്മതിക്കില്ല, കറുത്തുങ്കലേക്ക് വിടുന്നുമില്ല, നിങ്ങൾ തിരിച്ചു പോയേ പറ്റുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ
അത് ഭയങ്കര റൂഡായിട്ടാണ് പറയുന്നത് വരെ. അത് നിങ്ങളെ സമ്മതിക്കില്ല, ഒരു കാര്യം സമ്മതിക്കില്ല, നിങ്ങൾ തിരിച്ചു പോകണം, ഇവിടെ ഇരുത്താൻ പറ്റില്ല, ഇങ്ങനെ ഭയങ്കര റൂഡായിട്ട് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്നാൽ ശരി ഞങ്ങൾ പോവാം, പക്ഷേ ഞങ്ങളുടെ അർബാന ഞങ്ങൾ ഇവിടെ വെക്കാമെന്ന് പറഞ്ഞു. അതായത് ഉന്തുവണ്ടി ഇവിടെ വെക്കാമെന്ന് പറഞ്ഞു. ബാഗിൽ പിന്നെ വലിയ കാര്യമായിട്ടുള്ള വെയിറ്റ് ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് ഓക്കെ. പക്ഷേ അർബാന മാത്രം വെയിറ്റ് ഉണ്ട്, ഇരുമ്പായത് കാരണം. അപ്പോൾ ഞങ്ങൾ ഇതിവിടെ വെക്കാം. പിറ്റേ ദിവസം നാളെ ഒന്നുകൂടെ ഞങ്ങൾ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും ഇതെടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നാൽ ഓക്കെ നിങ്ങളിവിടെ വെച്ചോ, എന്നിട്ട് തിരിച്ചു പോയിട്ട് നാളെ ഒന്നുകൂടെ വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു അടിയായി. അത് കാരണം ഞങ്ങളുടെ ഒരു ദിവസം കൂടെ നമ്മൾ വീണ്ടും അവിടെ സ്റ്റേ അടിക്കണം, അങ്ങനെയായി. പിറ്റേ ദിവസം ഇതേപോലെ റിപ്പീറ്റ് ആയിട്ട് 4:30 എണിച്ച് ഈ സ്ഥലമൊക്കെ ഒന്നുകൂടെ കവർ ചെയ്ത് അവിടെ എത്തി വീണ്ടും അവിടെ നിന്ന് കറുത്തുങ്കുല പോകണം. അപ്പോൾ അവിടെ നിന്ന് കറുത്തുങ്കുല എന്നുള്ള ഒരു ഏറ്റവും ടോപ്പ് പോയിന്റ് ആ മല നമുക്ക് കാണാൻ വേണ്ടി പറ്റും, കുറച്ച് 2 ടേണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അവർ പറഞ്ഞു അവിടേക്കാണ് നിങ്ങൾ പോണത്, ഒറ്റ റോഡാണ്, ഒന്നുമില്ല, നേരെ പൊക്കോന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ ഈ ചെറിയ വെള്ളച്ചാട്ടം പോലെ സ്ഥലമൊക്കെ ഉണ്ട്, പൈപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വെള്ളമൊക്കെ ശേഖരിച്ചിട്ട് അങ്ങനെ കയറുകയാണ്. അങ്ങനെ കറുത്തുങ്കുല എന്നുള്ള പോയിന്റ് എത്താൻ ഒരു 4 കിലോമീറ്റർ ബാക്കിലെത്തി ഇവർ വീണ്ടും വന്നിട്ട് നമ്മുടെ അടുത്ത് പറയാണ് നടക്കില്ല, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കരഞ്ഞ് വിളിച്ചില്ല എന്നുള്ളൊരു അവസ്ഥ വരെ എത്തി. അതായത് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് വന്നത് ഈ ഒറ്റ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നതൊക്കെ ഞങ്ങൾ ഭയങ്കര ഇതായിട്ട് സംസാരിച്ച് തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു 6 മണിക്ക് മുന്നേ നിങ്ങൾ താഴെ എത്തണം, ഇല്ല ഞങ്ങൾ നിയമപരമായിട്ട് മുന്നിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞത് കാരണം നമ്മൾ ഒന്ന് ശരി കുക്കിംഗ് ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും നമുക്ക് കറുത്തുങ്കുല എത്തണം, അവിടെ എത്തിയിട്ട് ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ നടക്കാൻ തുടങ്ങി. അതിനുശേഷമുള്ള ഒരു 4 കിലോമീറ്റർ വളരെ പതുക്കെ നമുക്ക് സാധിക്കുന്നുള്ളൂ. ഒരു 5-6 സ്റ്റെപ്പ് വയ്ക്കും കിതയ്ക്കും, വീണ്ടും ഒരു 5-6 സ്റ്റെപ്പ് വയ്ക്കും, വീണ്ടും കിതയ്ക്കും, ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കറുത്തുങ്കുല എന്നുള്ള പോയിന്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു പച്ച കളർ ബോർഡ്, അതായത് വെൽക്കംസ് യു ടു കറുത്തുങ്കുല എന്ന് പറഞ്ഞിട്ട്. ഇത് കഴിഞ്ഞതും പക്കയായിട്ടുള്ള സ്ഥലം, അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ള ഒരു കഫേ, ചായക്കട അതാ കറുത്തുങ്കുലയിലുണ്ട്. പിന്നെ അതുപോലെ ഒരു വലിയൊരു മഞ്ഞ കളർ ഒരു ഡൂം സ്റ്റോൺ പോലത്തെ ഒരു സംഭവം, അതിനകത്ത് വെൽക്കംസ് യു ടു ദ ടോപ്പ് ഓഫ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇത്, എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു മെയിനായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇത് കണ്ടത് ഞാനിങ്ങനെ നിൽക്കുക, അതായത് ഈ ഒരു എക്സ്പ്രഷൻ. ഇത്ര ദിവസം നമ്മൾ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വന്ന്, അതായത് 7-8 മാസമായി നമ്മളെ നാട്ടിൽ നിന്ന് വന്ന് ഈ ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ഥലത്ത് എത്തി. അപ്പോൾ ആ ഒരു സമയത്തുള്ളൊരു സന്തോഷമുണ്ട്. അതായത് ഇത്രയും ദിവസം നമ്മൾ നടന്ന് വന്ന എക്സ്പീരിയൻസ് എന്താണോ അതാണ് ആ ഒരു പോയിന്റിന് ഏറ്റവും പ്രത്യേകത ഉണ്ടാക്കുന്നത്. അതായത് ആ ഒരു പോയിന്റിന്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ എന്തൊക്കെ അനുഭവിച്ചിട്ട്, എന്തൊക്കെ ഹാപ്പിനെസ്, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് വന്നതാണോ അതാണ് ആ ഒരു പോയിന്റിന്റെ പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പം അങ്ങനെ അവിടെയുള്ള മിലിറ്ററി ഓഫീസേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അവർ നമ്മൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ പറഞ്ഞു ശരി നിങ്ങളൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് താഴേക്ക് പോകുന്ന വണ്ടി നമ്മൾ സെറ്റാക്കി തരാം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഏകദേശം ഒരു 5:30 ആയി. അങ്ങനെ നമ്മളവിടെ കുറേ നേരം നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അതായത് നമ്മൾ എന്താ പറയുക, നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിയ പോലും ഇല്ല നമ്മൾ ഈ ഡെസ്റ്റിനേഷനിൽ എത്തുമോ, എന്നാലൊരു ഇറങ്ങാം എന്നുള്ള രീതിയിൽ ഇറങ്ങി. അങ്ങനെ നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തി, കുറേ നേരം അവിടെ നിന്ന് ലാസ്റ്റ് അവിടെ നിന്ന് മിലിറ്ററി ഉദ്യോഗസ്ഥർ അവിടെ നമുക്കൊരു വണ്ടി ഏർപ്പാടാക്കി തരണം, ഒരു പിക്കപ്പ് പോലത്തെ. അവർ പറയും ശരി നിങ്ങൾ ഇതിനകത്ത് പൊക്കോ. അർബാനയൊക്കെ അന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു, എല്ലാവരും അർബാനയൊക്കെ പൊക്കിയെടുത്ത് തന്നെ മേളിൽ വെക്കുന്നു, എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷം. അങ്ങനെ നമ്മൾ തിരിച്ച് ലേ എന്നുള്ള ടൗണിലെത്തി. അങ്ങനെ നമ്മൾ കറുത്തുങ്കുല എന്നുള്ളൊരു സ്ഥലം കംപ്ലീറ്റ് ചെയ്ത് സ്വപ്നമായിട്ടുള്ളൊരു സ്ഥലം നമ്മൾ കയറിയത്, നമ്മൾ അച്ചീവ് ചെയ്ത സ്ഥലം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ലേ എന്നുള്ള സ്ഥലത്തിൽ ഏകദേശം ഒരാഴ്ച നമ്മളവിടെ നിന്ന്, അതായത് ടെൻ്റ് അടിച്ച് നമ്മൾ കുറേ ദിവസം ഒരാഴ്ചത്തോളം നമ്മളവിടെ നിന്ന് ലാസ്റ്റ് അവിടെ നിന്ന് നമ്മുടെ ജേണി കംപ്ലീറ്റ് ആയി. അതായത് കറുത്തുങ്കുലയിൽ കയറി നമ്മുടെ ജേണി നമ്മൾ ഒഫീഷ്യലി കംപ്ലീറ്റ് ചെയ്തു. അതായത് യാത്രയുടെ 209ാമത്തെ ദിവസം നമ്മൾ യാത്ര ഒഫീഷ്യലി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഓപ്ഷൻ നമുക്കില്ലാത്ത പോലെ തോന്നാൻ തുടങ്ങി അതിന് ശേഷം. അങ്ങനെ നമ്മൾ ലേന്ന് മണാലിക്ക് ബസ് എടുത്ത് വരാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ നമ്മൾ കേരളത്തിൽ സൈക്കിളിട്ട് വന്ന ഒരു ഫ്രണ്ടിനെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു, മനു. അപ്പോൾ മനു ബ്രോനൊക്കെ നമ്മൾ കണ്ട്, മനു ബ്രോ ഒരു 1 സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെർക്കുലീസിൻ്റെ സൈക്കിളാണ് വന്നത്. ഈ 1 സൈക്കിള് പിന്നെ നമ്മുടെ അർബാന ഇതെല്ലാം കൂടെ നമ്മൾ ആ ബസ്സിൻ്റെ മേളിൽ കയറ്റിയപ്പോൾ എല്ലാവരും നമ്മുടെ ലഗേജ് തന്ന് നമ്മൾ അതിൻ്റെ മേലെ കയറി വെച്ച് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ മണാലി എത്തി. മണാലി എല്ലാവരും പോകാറുള്ള സ്ഥലം. നമുക്ക് ഹഡിംബ ടെമ്പിൾ അതുപോലെ ജോഗിനി വാട്ടർഫാളൊക്കെ പോയി, അങ്ങനെയൊക്കെ പോയി. അപ്പോൾ നമ്മൾ കസോള് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മഴ കൂടിയത് കാരണം അവിടുത്തെ റോഡ് ചെറിയൊരു ഫ്ലഡ് പോലെ വന്ന അവിടുത്തെ റോഡൊക്കെ പൊളിഞ്ഞ് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കസോള് നമ്മൾ പോയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മണാലിയിൽ ഏകദേശം ഒരു 5-6 ദിവസം നിന്ന് മണാലിയിൽ നിന്ന് തിരിച്ച് ബസ് എടുത്ത് ഡൽഹി വന്നു. അപ്പോൾ ഡൽഹിയിൽ വീണ്ടും നമ്മൾ ഉല്ലാസേട്ടൻ്റെ ഒപ്പം എത്തി.
അതായത് നമ്മൾ യാത്രയിൽ അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് ഉല്ലാസേട്ടൻ്റെ നിന്ന് ഉല്ലാസേട്ടൻ്റെ അടുത്ത് എത്തി. പിന്നെ അവിടെ കുറച്ച് ദിവസം നിന്ന് ഒന്ന് ഓക്കെയായി. പിന്നെ അവിടെ നിന്ന് ട്രെയിൻ എടുത്ത് നാട്ടിലേക്ക് വന്ന് അങ്ങനെ തിരിച്ച് നാടെത്തിയപ്പോൾ 253 ദിവസമായി. അതായത് കംപ്ലീറ്റ് ആവുമോ എന്ന് പോലും അറിയാണ്ട് ഡിസംബർ 1-ാം തീയതി തുടങ്ങിയ യാത്ര 253-ാമത്തെ ദിവസമാണ് അവസാനിച്ച് വീട്ടെത്തിയത്. അപ്പോൾ ഈ 253 ദിവസം കൊണ്ട് നമ്മൾ നടത്തിയ യാത്രയിലൂടെ എനിക്ക് വന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കലും നമ്മൾ ആദ്യം ഇറങ്ങുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്കൊരു ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, എന്താ സംഭവിക്കുക, അറിയാത്തൊരു സ്ഥലത്ത് പോകുന്നു, അറിയാത്തൊരു ഭക്ഷണം കഴിക്കുന്നു, അറിയാത്ത ആൾക്കാരെ കാണുന്നു, അതെന്താവുന്നൊന്നും നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ യാത്ര കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഈ യാത്രയിൽ നിന്ന് ഉണ്ടായത്. അതായത് നമ്മളെ ഒട്ടും പരിചയമില്ലാത്ത ഒരാൾക്കാർ നമുക്ക് വേണ്ടി എവിടെ കാത്തിരിക്കുന്നുണ്ട്, അവർ നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്, അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ യാത്രയിലൂടെ എന്താ പറയുക മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ജീവിതത്തിൽ യാത്ര ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ ഈ യാത്രയുടെ മുന്നേ ഉള്ള ഞാനും ഈ യാത്രയുടെ ശേഷമുള്ള ഞാനും വളരെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് നമ്മളുടെ കാഴ്ചപ്പാടായാലും നമ്മളുടെ സംസാരമായാലും എല്ലാം ഒരു യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മൊത്തത്തിൽ നമ്മളെ ചേഞ്ച് ചെയ്യും. അപ്പോൾ എന്നെ മാറ്റിമറിച്ച് ഈ ഒരു യാത്രയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്.